പ്രിയമുള്ളവരെ, ഇന്ന് ഇന്ത്യയിൽ ഒരു പുതിയ പാർട്ടി ഉദയം കൊള്ളുകയാണ്. അതിന്റെ ആദ്യ പ്രതിഷേധമെന്ന രീതിയിൽ ഡൽഹിയിൽ ഒത്തുകൂടുന്ന ജനങ്ങൾ ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിവെക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഇന്ന് ഡൽഹിയിൽ ഒത്തുകൂടുന്നത്. നീറ്റ് പരീക്ഷയിൽ കോപ്പി അടിച്ച് ചോദ്യപേപ്പർ ലീക്കായി ഒരുപാട് വിദ്യാർത്ഥികൾ, എത്രയോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വർഷങ്ങൾ നീണ്ട അവരെ പല ശ്രമഫലങ്ങൾ പരാജയപ്പെട്ട് ഭയങ്കര ദയനീയമായ അവസ്ഥയിൽ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനൊരു പ്രതിഷേധമായി ഈ പുതിയൊരു പാർട്ടി കടന്നു വരുന്നത്. വിദ്യാർത്ഥികൾ, ന്യൂ ജനറേഷനിൽപ്പെട്ട കുട്ടികൾ മാത്രം പങ്കെടുക്കുന്ന ഈ പ്രതിഷേധത്തിൽ ഒരുപാട് സിനിമാ താരങ്ങളും മറ്റുള്ള ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ ഡൽഹിയിൽ നടക്കുന്ന ഈ പരിപാടിയിലെത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ RSSന്റെയും ശിവസേനയുടെയും ആൾക്കാർ അതിലേക്ക് പ്രതിഷേധവുമായി വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ ന്യൂസുകളിൽ കാണുന്നത്. പുറത്ത് നല്ല പ്രതിഷേധം നടക്കുകയാണ്, രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നു എന്നാണ് RSSകാർ ആരോപിക്കുന്നത്. എന്തായിരുന്നാലും ഇതിനെതിരെ ഈ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിൽ ഈ പുതിയ പാർട്ടി, കോക്രോച്ച് പാർട്ടി, ഉറച്ചു നിൽക്കുകയാണ്. വർഷങ്ങളായിട്ട് കഴിഞ്ഞ പ്രാവശ്യവും ഇതേ അവസ്ഥ, ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി, ഇപ്രാവശ്യവും ഉണ്ടായി. അതിനെതിരെയാണ് ഈ യുവജന സംഘടന, അതായത് പുതിയ ഉദിച്ചു വരുന്ന ഈ കോക്രോച്ച് പാർട്ടി എന്നുള്ള സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുന്ന ഈ ഒരു പാർട്ടി ഉദയം കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രതിഷേധം വിജയിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ പുറത്ത് RSSന്റെ വൻ പ്രതിഷേധം നടക്കുന്നുണ്ട്. രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രക്ഷോഭമാണ് നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വൻ പ്രതിഷേധം RSSന്റെ അവിടെ നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും നല്ല രീതിയിൽ ഈ പ്രതിഷേധം വിജയിക്കുമെന്നാണ് കാണുന്നത്. നമുക്ക് കാണാം. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ.